ഇന്ന് പറയാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിലെ ലിബറാലിസമാണ്. ലിബറാലിസം എന്ന ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പൺനെസ് എന്നാണ് അതിൻ്റെ മീനിങ്. ലാറ്റിൻ വേർഡായ ലിബറാലിസിൽ നിന്നുമാണ് ലിബറാലിസം എന്ന വേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ദ വേർഡ് liberalism is derived from the Latin term liberalis, which means free man. Thus, liberalism is a philosophy which reflects an attitude favorable to the freest and fullest development of an individual. Liberalism, free man. Man completely മനുഷ്യൻ ഫ്രീ ആയിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. ഒരു ഇൻ്റർഫിയറൻസും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ആരിൽ നിന്ന് ഇൻ്റർഫിയറൻസ് ഉണ്ടാകാൻ പാടില്ല എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിൽ നിന്നാണ്. സ്റ്റേറ്റ് ഇൻഡിവിജ്വലിനേക്കാൾ താഴെയായിരിക്കണം. സ്റ്റേറ്റ് ഒരിക്കലും ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. അങ്ങനെയാണ് ലിബറാലിസം എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ലിബറാലിസം ഈസ് എ ഫിലോസഫി which reflect an attitude favorable to the freest and fullest development of an individual. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഏറ്റവും നല്ല ഫിലോസഫി ആണ് എന്നാണ് ലിബറാലിസം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ, മെൻ ആർ റാഷണൽ ഇനഫ് ടു മേക്ക് ഡിസിഷൻസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ റീസൺ. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കൃത്യമായിരിക്കും, നന്നായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും സ്റ്റേറ്റ് അതിൽ ഇടപെടാൻ പാടില്ല. അതായിരുന്നു ലിബറാലിസ്റ്റ് ഫിലോസഫി. ഇറ്റ് ഹോൾഡ്സ് ദാറ്റ് മെൻ ആർ റാഷണൽ ഇനഫ് ടു മേക്ക് ഡിസിഷൻസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ റീസൺ. Therefore, they modify an old-fashioned order in favor of a more progressive system without resort to violence. വയലൻസോ പ്രദർശനങ്ങളോ ഇല്ലാതെ ഇത്തരം ഒരു ലിബറാലിസ്റ്റ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാനാണ് ലിബറാലിസത്തിൽ വിശ്വസിച്ചിരുന്ന ധാരാളം തിങ്കേഴ്സ് അന്ന് നിലകൊണ്ടിരുന്നത്. ലിബറാലിസത്തിൻ്റെ 1-2 ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, എഡ്വേർഡ് സ്മിത്ത് ആണ് പറയുന്നത്. ലിബറാലിസം സ്റ്റാൻഡ്സ് മിഡ്വേ ബിറ്റ്വീൻ കൺസർവേറ്റിസം ആൻഡ് റേഡിക്കലിസം. ഈ നോട്ടിൽ കൺസർവേഷൻ എന്നാണ് എഴുതിയേക്കുന്നത്, അങ്ങനെയല്ല, കൺസർവേറ്റിസം ആൻഡ് റേഡിക്കലിസം. അതായത് പഴയ ചിന്താഗതി. കൺസർവേറ്റിസം എന്ന് പറയുമ്പോൾ നോ ചേഞ്ച് എന്നുള്ളൊരു മീനിങ്. റേഡിക്കലിസം എന്ന് പറയുമ്പോൾ അബ്രപ്റ്റ് ചേഞ്ചാണ്, പെട്ടെന്ന് ചേഞ്ച് വരും, ഒരു ദിവസം കൊണ്ട് ചേഞ്ച് വരണം, റെവല്യൂഷണറി ചേഞ്ചാണ് റേഡിക്കലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസർവേറ്റിസം എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചും വരാൻ പാടില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഫിലോസഫിയാണ് ലിബറാലിസ്റ്റ് ഫിലോസഫി. എഡ്വേർഡ് സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ് ലിബറാലിസം സ്റ്റാൻഡ്സ് മിഡ്വേ ബിറ്റ്വീൻ കൺസർവേറ്റിസം ആൻഡ് റാഡിക്കലിസം. ആ ഡെഫിനേഷൻ അന്നിടെ പഠിക്കണം. എഡ്വേർഡ് സ്മിത്തിൻ്റെ ഡെഫിനേഷൻ, ലിബറാലിസം സ്റ്റാൻഡ്സ് മിഡ്വേ ബിറ്റ്വീൻ കൺസർവേറ്റിസം ആൻഡ് റേഡിക്കലിസം. അടുത്ത ആഡം സ്മിത്തിൻ്റെ ഡെഫിനേഷൻ, എവ്രി വൺ ഈസ് ദ ബെസ്റ്റ് ജഡ്ജ് ഓഫ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. എവ്രി വൺ ഈസ് ദ ബെസ്റ്റ് ജഡ്ജ് ഓഫ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. സ്വന്തം കാര്യം നോക്കാൻ ഏറ്റവും ഭംഗിയായിട്ട് പറ്റുന്നത് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. എവ്രി വൺ ഈസ് എ ബെസ്റ്റ് ജഡ്ജ് ഓഫ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. അതാണ് ആഡം സ്മിത്ത് പറയുന്നത്. 2 ഡെഫിനിഷൻ. ഒന്ന് എഡ്വേർഡ് സ്മിത്തിൻ്റെ ഡെഫിനിഷൻ, ലിബറാലിസം സ്റ്റാൻഡ്സ് മിഡ്വേ ബിറ്റ്വീൻ കൺസർവേറ്റിസം ആൻഡ് റേഡിക്കലിസം. രണ്ടാമത്തെ ഡെഫിനിഷൻ ആഡം സ്മിത്തിൻ്റെ, എവ്രി വൺ ഈസ് ദ ബെസ്റ്റ് ജഡ്ജ് ഓഫ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. ഇനി ഈ ഫിലോസഫിയിൽ വിശ്വസിച്ചിരുന്ന ധാരാളം തിങ്കേഴ്സ് ഉണ്ട്. ഓൾട്ടെയർ എന്ന പേര് നിങ്ങൾക്കറിയാം, ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് റിലേറ്റഡ്. മിൽട്ടൺ, ലോക്ക്, റൂസോ, കാന്റ്, ഹ്യൂം, മോണ്ടെസ്കെ, TH ഗ്രീൻ, ലാസ്കി ആൻഡ് ബാർക്കർ. These are some of the thinkers who have contributed to liberalism. ലിബറാലിസത്തിനേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തിങ്കേഴ്സിൻ്റെ പേരാണിത്. ഓൾട്ടെയർ, മിൽട്ടൺ, ലോക്ക്, റൂസോ, കാന്റ്, ഹ്യൂം, മോണ്ടെസ്ക്യൂ, TH ഗ്രീൻ, ലാസ്കി ആൻഡ് ബാർക്കർ. ഇനി മറ്റൊരു ഡെഫിനിഷൻ
According to McGovern, liberalism as a political concept is a compound of separate elements. One of these is democracy and the other is individualism. ലിബറാലിസം എന്ന് പറയുമ്പോൾ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടാകും. മക്കവേണിൻ്റെ ഒപ്പീനിയനിൽ ലിബറാലിസം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഡെമോക്രസി വേണം, ഇൻഡിവിജ്വലിസം വേണം. ഡെമോക്രസി പ്ലസ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇത് രണ്ടുമുണ്ടെങ്കിൽ അവിടെ ലിബറാലിസം ഉണ്ടാകും. ലിബറാലിസത്തിൻ്റെ പ്രൈം കണ്ടീഷൻ എന്താണ്? ഫ്രീ മാൻ അല്ലെങ്കിൽ ഫ്രീ ഇൻഡിവിജ്വൽ അപ്പം ലിബറാലിസത്തിൻ്റെ രണ്ട് പ്രൈം കണ്ടീഷനാണ് ഡെമോക്രസി പ്ലസ് ഫ്രീ ഇൻഡിവിജ്വൽ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ലിബറാലിസം വർക്ക് ആവത്തുള്ളൂ. ഡെമോക്രസി ഉണ്ടായിരിക്കണം, എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടെ റൈറ്റ്സ് കിട്ടണം, ഒപ്പം സ്റ്റേറ്റ് ഒരു കാര്യത്തിലും ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലിബറാലിസത്തെ നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. വി ക്യാൻ ഡിവൈഡ് ലിബറാലിസം ഇൻറ്റു ടു: നെഗറ്റീവ് ലിബറാലിസം ആൻഡ് പോസിറ്റീവ് ലിബറാലിസം. ഇനി അതുപോലെ ലിബറാലിസത്തിനെ നമുക്ക് 3 സ്പിയറിൽ പറയാം. വി ക്യാൻ ഡിവൈഡ് ലിബറാലിസം ഇൻറ്റു 3 ഇമ്പോർട്ടൻറ്റ് സ്പിയേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ, സെക്കൻഡ് വൺ ഇക്കണോമിക് ആൻഡ് തേർഡ് വൺ പൊളിറ്റിക്കൽ. ഇൻ ദ സോഷ്യൽ സ്പിയർ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സെക്യുലാരിസം, individual's freedom in relation to religion and morality. In the economic sphere, it champions the cause of free trade. And in the political sphere, it lays emphasis on political liberty. ലിബറാലിസം എന്ന ടേം തന്നെ പൊളിറ്റിക്കൽ സ്പിയറിൽ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ഫ്രീഡം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഫ്രീഡം സ്പിയറിൽ പറയുമ്പോൾ ഫ്രീ ട്രേഡാണ്. രണ്ട് രാജ്യങ്ങൾ ട്രേഡ് നടത്താനും മറ്റും ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും പാടില്ല. റിലീജിയസ് സ്പിയറിൽ പറയുമ്പോൾ ലിബറാലിസത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടീഷനാണ് സോഷ്യൽ സ്പിയറിൽ നമ്മൾ പറയുന്നത് സെക്യുലാരിസം എന്ന് പറയുമ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ റിലീജിയൻ എന്ന് ഇന്ത്യൻ വേർഷനിൽ നമുക്ക് പറയാം. വെസ്റ്റേൺ വേർഷനിൽ സെക്യുലാരിസം എന്ന് പറയുമ്പോൾ നോ റിലീജിയൻ അറ്റ് ഓൾ. ഒരു റിലീജിയനും ഇമ്പോർട്ടൻസ് ഇല്ല, സ്റ്റേറ്റും റിലീജിയനുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലാരിസത്തിൽ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. സ്റ്റേറ്റിന് പ്രത്യേകിച്ചൊരു മതമില്ല, പകരം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്നാണ് നമ്മുടെ വെർഷൻ ഓഫ് സെക്യുലാരിസം. നേരെ മറിച്ച് ലിബറാലിസത്തിൻ്റെ വെർഷൻ ഓഫ് സെക്യുലാരിസത്തിൽ സ്റ്റേറ്റും മതവുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഫ്രീഡം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിലീജിയൻ, മൊറാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡത്തിൽ റിലീജിയനോ മൊറാലിറ്റിക്കോ ഒന്നും യാതൊരു സ്ഥാനവും ഇല്ല. അപ്പം ലിബറാലിസം സോഷ്യൽ സ്പിയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് സ്പിയറിലും യൂസ് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സ്പിയറിലും യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സ്പിയറിൽ സെക്യുലാരിസം, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന ഇന്ത്യൻ വെർഷൻ. എക്കണോമിക് സ്പിയറിൽ ഇറ്റ് ഈസ് ഫ്രീ ട്രേഡ് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയർ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ ലിബർട്ടി. ലിബർട്ടിയുടെ മീനിങ് ഫ്രീഡം. ലിബർട്ടി എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷനിലുണ്ട്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിബർട്ടി ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പല ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഈ ലിബർട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ്. ഇനി നെഗറ്റീവ് ലിബറാലിസം പറയുമ്പോൾ നെഗറ്റീവ് ലിബറാലിസത്തിന് ഒരുപാട് പേരുണ്ട്. ക്ലാസിക്കൽ ലിബറാലിസം, ഇൻഡിവിജ്വൽ ലിബറാലിസം, ലേസിയസ് ഫെയർ ലിബറാലിസം, ഫ്രീ മാർക്കറ്റ് ലിബറാലിസം, ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് ലിബറാലിസത്തിൻ്റെ പേരുകളാണ്. ക്ലാസിക്കൽ ലിബറാലിസം, ഇൻഡിവിജ്വൽ ലിബറാലിസം, ലേസിയസ് ഫെയർ ലിബറാലിസം, ഫ്രീ മാർക്കറ്റ് ലിബറാലിസം, ഇൻറ്റഗ്രൽ ലിബറാലിസം, ഒറിജിനൽ ലിബറാലിസം. ഇത്രയും ലിബറാലിസത്തിൻ്റെ നെഗറ്റീവ് ലിബറാലിസത്തിൻ്റെ പല ടേമാണ്. പല തവണ ക്ലാസിക്കൽ ലിബറാലിസം എന്ന് ചോദിക്കും. ക്ലാസിക്കൽ ലിബറാലിസം എന്ന് ചോദിച്ചാൽ 2 മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ടത് നെഗറ്റീവ് ലിബറാലിസമാണ്. ചിലപ്പോൾ ചോദിച്ചാൽ ലേസിയസ് ഫെയർ ലിബറാലിസമാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ അത് ഇൻറ്റഗ്രൽ ലിബറാലിസം അല്ലെങ്കിൽ ഒറിജിനൽ ലിബറാലിസം എന്നൊക്കെ 1 മാർക്ക് 2 മാർക്കിന് അത് വന്നിട്ടുണ്ട്. നെഗറ്റീവ് ലിബറാലിസം പ്രധാനമായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യം സ്റ്റേറ്റ് ആസ് ഒറിജിനേറ്റഡ് ഡ്യൂ ടു സോഷ്യൽ കോൺട്രാക്റ്റ് ഡ്യൂ ടു ദ ഫ്രീ വിൽ ഓഫ് ദ ഫ്രീ ഇൻഡിവിജ്വൽ. അന്ന് വരെയും
ഈ ലിബറാലിസ്റ്റ് ഫിലോസഫി വരുന്നതിന് മുമ്പ് വരെയും ഉള്ള ജനങ്ങളുടെ പരക്കെയുള്ള വിശ്വാസം സ്റ്റേറ്റ് എങ്ങനെ വന്നു, ദൈവം അധികാരം രാജാവിന് കൊടുക്കുന്നു, രാജാവ് അങ്ങനെ ജനങ്ങളെ റൂൾ ചെയ്യുന്നു എന്ന ഡിവൈൻ ഒറിജിൻ തിയറിയാണ് പലയിടത്തും നിലനിന്നിരുന്നത്. അതിനെതിരായി വന്ന പ്രമുഖമായൊരു തിയറിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ തന്നെ. സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയാണ് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആ ഇൻഡിവിജ്വലിനേക്കാൾ മുകളിലല്ല, ഇൻഡിവിജ്വലിനേക്കാൾ താഴെയാണ്. അതാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ആ പേരോർക്കണം. സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ബൈ എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ബൈ എ കോൺട്രാക്ട് എമംഗ് ഇൻഡിവിജ്വൽസ്. State has originated due to social contract, due to the free will of the free individual. And the state was assigned a limited sphere. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ ജോലികളും വളരെ കുറച്ചാണ് ഉള്ളത്. അങ്ങനെ നെഗറ്റീവ് ലിബറാലിസം എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ് വന്നത്. ദേ അസ്യൂം സർട്ടൺ നെഗറ്റീവ് ഫങ്ഷൻസ് ടു ദ സ്റ്റേറ്റ്. നെഗറ്റീവായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസാണ് സ്റ്റേറ്റിന് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ കൺട്രി ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ. നിയമം നടപ്പിലാക്കുക, രാജ്യത്തെ മറ്റു രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുക. മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ കൺട്രി ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ. ഇത് രണ്ടുമായിരുന്നു നെഗറ്റീവ് ലിബറാലിസത്തിൽ സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ രണ്ട് ഫംഗ്ഷനെയും നമുക്ക് നെഗറ്റീവ് ഫങ്ഷൻസ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. സ്റ്റേറ്റ് ഇൻഡിവിജ്വലിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ, എക്സിസ്റ്റിംഗ് ലോ ആൻഡ് ഓർഡർ, നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുക, മറ്റൊരു രാജ്യത്തിൽ നിന്നും ആക്രമണം ഉണ്ടാവാതെ നോക്കുക. ഇത് രണ്ടും നെഗറ്റീവ് ഫങ്ഷൻസാണ്. അങ്ങനെ തന്നെയാണ് ഈ പേരും വരുന്നത്, നെഗറ്റീവ് ലിബറാലിസം. മാത്രവുമല്ല, സ്റ്റേറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ എനിമി ഓഫ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. വ്യക്തികളുടെ ഫ്രീഡത്തിനും റൈറ്റ്സിനും ഒരു ശത്രുവായിട്ടാണ് സ്റ്റേറ്റിനെ കണക്കാക്കുന്നത്. സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ റൈറ്റും ഫ്രീഡവും കിട്ടില്ല. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ലിബറാലിസത്തിന് വ്യത്യാസവുമുണ്ട്. സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഫ്രീഡവും ലിബറാലിസം ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് നെഗറ്റീവ് ലിബറാലിസം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ കൺസിഡേർഡ് സ്റ്റേറ്റ് ആസ് എ നെസസറി ഈവിൾ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശല്യമായിട്ടാണ് അവർ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്തിരുന്നത്. കൺസിഡേർഡ് സ്റ്റേറ്റ് ആസ് എ നെസസറി ഈവിൾ. വീണ്ടും അവർ വിശ്വസിക്കുന്നു ദേ ബിലീവ്ഡ് ഇൻ ദ സുപ്രീമസി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് റാഷണാലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബീങ്സ്. ഇൻഡിവിജ്വലിൻ്റെ റാഷണാലിറ്റി, ഇൻഡിവിജ്വലിൻ്റെ സുപ്രീമസിയിലാണ് വിശ്വസിച്ചിരുന്നത്. ഇൻഡിവിജ്വലിന് എല്ലാം ചെയ്യാൻ കഴിയും. സ്റ്റേറ്റ് ഒരു അമ്പയറിൻ്റെ റോളിൽ അവിടെ നിന്നാൽ മതി. സ്റ്റേറ്റ് ഒരു കാര്യവും ഇങ്ങോട്ടേക്ക് ചെയ്തു വരണ്ട, പറയുന്ന ജോലി മാത്രം ചെയ്ത് സ്റ്റേറ്റ് അവിടെ നിന്നാൽ മതി എന്നൊരു കോൺസെപ്റ്റാണ് നെഗറ്റീവ് ലിബറാലിസത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾക്കപ്പോൾ കേൾക്കുമ്പോൾ വളരെയധികം ഫ്രീഡത്തിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിലും ഒരിക്കലും ഇത് കോമൺ പീപ്പിളിൻ്റെ ഒരു തിയറി ആയിരുന്നില്ല. ലിബറാലിസം എന്ന് പറയുമ്പോൾ റിച്ചും പ്രോപ്പർട്ടിയുടെ ക്ലാസ്സിനും വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്ത തിയറിയാണ്. അവർക്ക് സ്റ്റേറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ട്രേഡിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അവരുടെ പ്രോപ്പർട്ടിയിലാണെങ്കിലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ തിയറി വന്നിട്ടുള്ളത്. നെഗറ്റീവ് ലിബറാലിസം പ്രപ്പോൺ ചെയ്യുന്ന 3 ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ്, റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു ലൈഫും ലിബർട്ടിയും മനസ്സിലാക്കാം. പ്രോപ്പർട്ടി എന്നുള്ള ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോഴും പ്രോപ്പർട്ടിയുടെ ക്ലാസ് പ്രൊപ്പൗണ്ട് ചെയ്തിരുന്ന ഒരു തിയറിയാണ്. ഇറ്റ് ഈസ് നെഗറ്റീവ് ലിബറാലിസം. ഇനി നെഗറ്റീവ് ലിബറാലിസത്തിൻ്റെ ബേസിസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗറ്റീവ് ലിബറാലിസം. It has firm faith in absolute value, worth and equality of individuals. ഇൻഡിവിജ്വൽസിൻ്റെ വാല്യൂ, വർത്ത്, ഇക്വാളിറ്റി ഇതിൽ വിശ്വസിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ നാച്ചുറൽ റൈറ്റ്സിൽ വിശ്വസിച്ചിരുന്നു. ദേ ബിലീവ്ഡ് ഇൻ നാച്ചുറൽ റൈറ്റ് ഫിലോസഫി ആൻഡ് നാച്ചുറൽ റൈറ്റ്സ് ആണ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന അവകാശം എന്ന നിലയിലാണ് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. ഈ 3 റൈറ്റ്സും ശ്രദ്ധിച്ചാൽ അറിയാം. ലിബറാലിസ്റ്റ് ഫിലോസഫി ആ കാലഘട്ടം എല്ലാ
ഇമേജ് ഓഫ് പൊളിറ്റിക്കൽ പിന്നീട് വന്ന എല്ലാ തിങ്കേഴ്സിനെയും എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിനെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുമ്പോഴും നമുക്ക് റൈറ്റ് ടു ലൈഫും പറഞ്ഞു, ലിബർട്ടിയും പറഞ്ഞു, പ്രോപ്പർട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന സോഷ്യലിസ്റ്റിക് ഫിലോസഫിയുടെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് പിന്നീട് പ്രോപ്പർട്ടി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും എടുത്ത് മാറ്റുന്നത്. ഇനി സ്റ്റേറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സർവിങ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. And the basis of the relations of individual and state is a social contract. Social contract relationship മാത്രമേ ഇൻഡിവിജ്വലും സ്റ്റേറ്റും തമ്മിലുള്ളൂ. And if the state refuses to work in accordance with the conditions of the contract, in revolution against the state is a duty of an individual. സ്റ്റേറ്റിൻ്റേതായ കുറച്ച് ഫങ്ഷൻസ് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഫങ്ഷൻസ് ആണത്? നെഗറ്റീവ് ഫങ്ഷൻസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, പ്രൊട്ടക്ഷൻ ഓഫ് കൺട്രി ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിനെ അവിടെ നിന്നും റവല്യൂഷൻ വഴി പുറത്താക്കാനുള്ള അധികാരം ഇൻഡിവിജ്വൽസിന് ഉണ്ട്. ഇഫ് ദ സ്റ്റേറ്റ് റെഫ്യൂസസ് ടു വർക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് സോഷ്യൽ കോൺട്രാക്ട്, ഇൻഡിവിജ്വൽ ക്യാൻ സ്റ്റാർട്ട് റെവല്യൂഷൻ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്റ്റേറ്റ് ഇസ് എ നെസസറി ഈവിൾ ആൻഡ് മിനിമം ഫങ്ഷൻ. ഈ ടേമൊക്കെ ഓർക്കണം. നെഗറ്റീവ് ലിബറാലിസം എന്നിട്ട് നിങ്ങളിത് കണ്ടിട്ട് നെഗറ്റീവ് ലിബറാലിസം എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെ ടേമാണ് ഓർത്തിരിക്കേണ്ടതെന്ന് ആലോചിക്കണം. നെസസറി, ഈവിൾ, മിനിമം ഫങ്ഷൻ, ഇതിൽ നിന്നൊക്കെ ഡിഫറൻസ് വരും പോസിറ്റീവ് ലിബറാലിസത്തിൽ. പിന്നെ എന്താണ്? ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് ഫ്രീഡം ഇൻ ഓൾ സ്പിയേഴ്സ്, പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്, മോറൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. എല്ലാ ലെവലിലും ഇൻഡിവിജ്വലിന് ഫ്രീഡം ഉള്ള ഒരു ഏരിയ ആണ് ലിബറാലിസം എന്ന ഫിലോസഫി. ഇതൊരു തിയറിയാണ്. നെഗറ്റീവ് ലിബറാലിസം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒപ്പം ഇത് വായിക്കണം. ഇത് വായിക്കാതെ വായിച്ച് എക്സ്ട്രാ ടെസ്റ്റ് കൂടെ വായിച്ച് റെഫർ ചെയ്തിട്ടേ മനസ്സിലാകത്തുള്ളൂ. നന്നായി വായിച്ചിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. നെഗറ്റീവ് ലിബറാലിസം നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് പോസിറ്റീവ് ലിബറാലിസം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും.